സോ ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട തന്നെ എന്താണ് സ്വിങ്സ്, അതേപോലെ തന്നെ സിംസിൽ നമുക്ക് എങ്ങനെ ബ്രേക്ക് സ്ട്രക്ചർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ഇന്ന് നമ്മളത്തെ വീഡിയോ. അതായത് ഇത് പ്യുവർ ബിഗിനേഴ്സിനുള്ളതാണ്. അതായത് കുറച്ച് ട്രേഡ് ചെയ്യാൻ അറിയുന്നവർക്ക് ബ്രേക്ക് സ്ട്രക്ചർ എന്താ, സ്വിങ് എന്താന്നൊക്കെ അറിയുണ്ടാവും. ഇനി ഒട്ടും അറിയാത്തവർ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. ഈ വീഡിയോയിൽ ഹൈഡൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കോ, ഇപ്പം തന്നെ ലൈക്ക് അടിച്ചു കിട്ടോ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മൊബൈൽ ട്രേഡേഴ്സിനായിട്ടുള്ള ചാർട്ട് അനലൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോ ഇതാണ് ആ വീഡിയോ. ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ 500 ടാർഗറ്റ്സ് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ട്രേഡേഴ്സിനുള്ള വീഡിയോസ് ഇനി നമ്മളെ യൂട്യൂബ് ചാനലിൽ മൊബൈൽ ട്രേഡേഴ്സിനുള്ള വീഡിയോ നമ്മൾ കണ്ടിന്യൂസ്ലി ഇട്ടുകൊണ്ടിരിക്കും. ഒരു ദിവസം 2 വീഡിയോ ഒക്കെ വെച്ചിട്ട് നമ്മൾ മൊബൈൽ ട്രേഡേഴ്സിന് ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, സോ 500 ആണ് ടാർഗറ്റ്. സോ നിങ്ങൾ മറക്കാതെ തന്നെ 500 ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ എന്താണ് സ്വിങ്? ഞാൻ ചാർട്ടിൽ നോക്കിക്കോ, എന്താണ് ഒരു സ്വിങ് എന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ഒരു സ്വിങ്. ഓക്കെ, ഇതാണ് ഒരു സ്വിങ്. അതായത് ചാർട്ടിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാവുമ്പോൾ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. സോ ഒരു എന്താ പറയുക, ഒരു ക്യാൻഡിൽ 3 ക്യാൻഡിൽ ചേർന്നിട്ട് ഒരു ക്യാൻഡിൽ പൊന്തി താന്ന് ആ പൊന്തിയതിൻ്റെ ഹൈ, അതായത് ആ ഒരു സ്വിങ്ങിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഇതിന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് BOS എന്നുള്ള ഒരു ഇത് പറയുന്നത്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ നോട്ട് ചെയ്യാം, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അതായത് നിങ്ങൾക്ക് ഒരു സ്വിങ്ങിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണല്ലോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ രൂപപ്പെടുമ്പോൾ ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക STയും കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, നമ്മളെ ഏറ്റവും ലോവർ ലിക്വിഡിറ്റീൻ്റെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ലിക്വിഡിറ്റി ഉണ്ടാവുക. കാരണം ഇവിടുന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻട്രി എടുത്തുകൊണ്ടാണ് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമുക്കൊരു ഹൈക്ക് കിട്ടിയത്. അത് നമ്മൾ പ്രീവിയസ്ലി ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് STയിൽ വന്നിട്ടായിരിക്കും പോവുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. സോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സ്വിങ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അതേപോലെ തന്നെ സ്വിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സ്വിങ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്. ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തരാം. നിങ്ങൾ ചാർട്ടിലൂടെ നോക്കിക്കോ. ഇതാണ് ഒരു സ്വിങ്, അതായത് ഈ ഒരു സ്വിങ്. ഓക്കെ, ഇതാണ് ഒരു സ്വിങ്, മനസ്സിലായല്ലോ. സോ ഇതിൻ്റെ ST എവിടെ വരും? ST ഈ ഒരു റെഡ് ക്യാൻഡിലായിട്ട് വരും. ഓക്കെ, ഈ ഒരു ക്യാൻഡിലായിട്ട് വരും ST എന്ന് പറയണത്. സോ എന്തുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു സ്വിങ് ഇറങ്ങി വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്തില്ല, അതായത് ഈ STയിൽ ടച്ച് ചെയ്തില്ല? കാരണം ഇവിടെ നമ്മളെ ഹയർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഡിസിഷൻ ഓർഡർ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സോ ആ ഡിസിഷൻ ഓർഡർ ബ്ലോക്കിലും ഫെയർ വാല്യൂ ഹയർ ടൈം ഫ്രെയിമിലെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ സൈഡ് പോയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. എന്ത്? ഇവിടെയും നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. സോ ST ഇവിടെയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, എന്ത്? ഇതൊരു ഹ്യൂജ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഒരു ഹ്യൂജ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടച്ച് ചെയ്തു, സഡൻ റിയാക്ട് ചെയ്തു, മാർക്കറ്റ് ടപ്പേന്നല്ലി ഡൗൺ എത്തി. ഓക്കെ, സോ നിങ്ങൾക്ക് അടുത്തതും കാണാൻ പറ്റും, ഇവിടെയും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ തട്ടിയപ്പോൾ റിയാക്ട് ചെയ്തു. സോ ഇവിടെ എന്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 4 ഹവറിൻ്റെ ഇതിൽ ഹയർ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ ഒരു എൻട്രി ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് റിയാക്ട് ചെയ്യില്ല. നമ്മളിവിടെ കൺഫർമേഷൻ എൻട്രി ഒക്കെ വന്നിട്ടേ നമ്മളിവിടെ ഇടുള്ളൂ. ഓക്കെ, കൺഫർമേഷൻ എൻട്രി നമ്മൾ വഴിയുന്ന ക്ലാസ് പഠിക്കും, അതിപ്പോൾ പഠിച്ചാൽ നിങ്ങൾക്ക് തലയിലൊന്നും കയറില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സ്വിങ് ബ്രേക്ക് ചെയ്യുന്നതാണ്, ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, സ്വിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടമാണ് സ്വിങ്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ ST ഉണ്ടായി. ഈ ST ഉണ്ടല്ലോ, ഈ ST ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഇത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ് ട്രെൻഡായി. മനസ്സിലായല്ലോ? അപ് ട്രെൻഡായി. അതായത് ഇനി മാർക്കറ്റ് അപ് സൈഡിക്കേ പോവുള്ളൂ. അത് ബ്രേക്ക് ആവാതെ വീണ്ടും അവിടുന്ന് റിയാക്ട് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അപ് ട്രെൻഡിൽ കാണിച്ചു തരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇവിടെ തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു സ്വിങ് ആണ്, ഇതൊരു സ്വിങ് ആണ്. ഓക്കെ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, മാർക്കറ്റ് വന്നു, റിയാക്ട് ചെയ്തു, ഇവിടുത്തെ ഇത് എടുത്തു. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ഇത് വിക്കായിരിക്കും കേട്ടോ. നിങ്ങൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം നോക്കാൻ. ഹയർ ടൈം ഫ്രെയിമിൽ ഇത് ജസ്റ്റ് വിക്കായിരിക്കും. ഞാൻ വേണമെങ്കിൽ 4 hour എടുത്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഇവിടെ നമ്മളെ ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിൽ വന്നു, ഇവിടെ ബ്രേക്കായി, എടുത്തിട്ട് കയറിപ്പോയി. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു അഡീഷണൽ ഡിസിഷൻ ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ വന്ന് ടച്ച് ചെയ്തിട്ടാണ് ഇത് കയറി പോകുന്നത്. ഓക്കെ, നമുക്ക് 1 hour തന്നെ നോക്കാം. സോ നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി മാർക്കറ്റ് ഇങ്ങനെ ഒരു സംഭവമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരിക്കലും ഒരു മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇറങ്ങിപ്പോവില്ല. മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ ഇറങ്ങുള്ളൂ. നിങ്ങൾക്ക് ആ സ്ട്രക്ചർ കണ്ടാൽ മനസ്സിലാവും, ഇങ്ങനെ മാർക്കറ്റ് ഇറങ്ങുള്ളൂ. ഓക്കെ, എപ്പോഴും ഒരു സിക്സാക്ക് രീതിയിലേ മാർക്കറ്റ് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും സ്വിങ്ങും. ഓക്കെ, ഈ സ്വിങ്ങിൽ ഇനി പഠിക്കാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ST എന്താണെന്ന് പഠിക്കണം, അതേപോലെ തന്നെ FEG എന്താണെന്ന് പഠിക്കണം, അതേപോലെ തന്നെ ഡിസിഷൻ ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് പഠിക്കണം. ഇതൊക്കെ ഓരോരോ ക്ലാസ് ആയിട്ട് നമ്മൾ ഇടും. ഓക്കെ, സോ മറക്കാതെ തന്നെ നമ്മൾ വീഡിയോ മൊത്തമായിട്ട് കാണാം. മൊത്തമായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഒരു ചെറിയ ഇത് പോലും വിടാതെ മനസ്സിലാവുള്ളൂ. കാരണം ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി FEGയും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. FEG നിങ്ങൾക്ക് ഒന്നും നിങ്ങൾ മുഴുവൻ കണ്ടില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. FEG ഒക്കെ മുഴുവനായിട്ട് കാണണം. ഓക്കെ, സോ ഇതാണ് സ്വിങ്. നിങ്ങൾക്ക് മനസ്സിലായില്ല, സ്വിങ്ങും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ വീഡിയോ ആണ്, സിമ്പിളായിട്ട് പഠിക്കാം. നിങ്ങൾ ചാർട്ടിൽ പോവുക, നോക്കുക എവിടേക്കൊക്കെ സ്വിങ് ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. എവിടെയൊക്കെ സ്വിങ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് കാര്യമായിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്വിങ് എന്താണെന്ന്. പിന്നെ നിങ്ങൾക്ക് പഠിക്കണം, ഇതൊക്കെ ഓരോ സ്വിങ് അല്ലേ എന്ന് ചോദിക്കും. ഇതൊക്കെ ഓരോ സ്വിങ്സ് ആണ്. ഇതൊക്കെ ബ്രേക്ക് ആയപ്പോൾ അപ് ട്രെൻഡ് ആയില്ലേ ചോദിക്കും. അപ് ട്രെൻഡ് ആയിട്ടുണ്ട്. സോ അതൊന്നും നിങ്ങൾ ഇപ്പോൾ പഠിക്കേണ്ട, ഇപ്പം ഞാൻ വഴിയെ പഠിപ്പിച്ചു തരാം. അതൊക്കെ CRT അല്ലെങ്കിൽ SMC എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോൾ അതിൽ പഠിക്കും. ഓക്കെ, ഇപ്പോൾ സ്വിങ് എന്താണെന്ന് പഠിച്ചാൽ മതി. സോ ഇവിടെ നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡ് ആയതും കാണാൻ പറ്റും. ഇപ്പം എന്താ സ്വിങ് എന്താണെന്ന് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ ഈ ന്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇത് എഫക്റ്റ് ചെയ്തത്, അതുകൊണ്ടാണ് അടുത്ത ഡൗൺ ട്രെൻഡ് പോയത്. സോ ഇപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മറക്കാതെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, അത് വാല്യൂബിൾ ആണ്. എനിക്ക് എന്നാലേ എൻ്റെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ക്ലാസ് എടുക്കണം, എങ്ങനെ നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാകുന്ന രീതിയിൽ പറയണം എന്നുള്ളതൊക്കെ, നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചൊക്കെ അറിയണം എന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ ആക്കിയിട്ട് ഇടുക. സോ നിങ്ങൾ ഇന്ന് തന്നെ ചാർട്ട് ഓപ്പൺ ആക്കുക. ട്രേഡിംഗ് വ്യൂവിൽ അക്കൗണ്ട് ജസ്റ്റ് Gmail ഉപയോഗിച്ചാൽ തുടങ്ങാൻ പറ്റും, ഫ്രീ ആയിട്ട് തുടങ്ങാൻ പറ്റും. സോ മൊബൈൽ ട്രേഡേഴ്സിനുള്ള വീഡിയോ വരുന്നുണ്ട് വൈകുന്നേരം. അവർക്കും ഞാൻ ചാർട്ട് എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവരും മര്യാദയ്ക്ക് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുക. സോ എല്ലാ ദിവസവും പറയുന്ന പോലെ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം നിങ്ങൾക്ക് ഒരിക്കലും വീണ്ടും കിട്ടില്ല. ഇന്ന് നിങ്ങൾക്ക് ട്രേഡിംഗ് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾ സെറ്റിലാവും. ഓക്കെ, വേറെയുള്ളവരുടെ കീഴിൽ ജോലി എടുത്തിട്ട് പ്രാരാബ്ധമായിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ട്രേഡിങ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതുമായിട്ട് നല്ലൊരു ഭാവി ഉണ്ടാവും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ വേറൊരു വീഡിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ വേറൊരു വീഡിയോ വരും. അതുവരേക്കും ബൈ.